കേരള മുഖ്യമന്ത്രിയായി അധികാരമേറ്റ വി.ഡി. സതീശനോടൊപ്പം മന്ത്രിമാരായി സ്ഥാനമേറ്റവരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ആദ്യ ജയത്തിൽ തന്നെ മന്ത്രിപദം ലഭിച്ചവരും തുടർച്ചയായ പരാജയങ്ങൾക്കൊടുവിൽ ജയിച്ച് എം.എൽ.എ. ആയവരും കന്നി അംഗത്തിൽ തന്നെ വിജയക്കൊടി പാറിച്ചവരും ഇക്കൂട്ടത്തിലുണ്ട്. ഒ.ജെ. ജനീഷ്, അഡ്വക്കേറ്റ് വി.ഇ. അബ്ദുൾ ഗഫൂർ, എം. ലിജു, സി.പി. ജോൺ, ബിന്ദു കൃഷ്ണ, കെ.എ. തുളസി എന്നിവർക്കാണ് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിലെ ആദ്യ ജയത്തിൽ തന്നെ മന്ത്രിസ്ഥാനം ലഭിക്കുന്നത്. രാഷ്ട്രീയ പ്രവർത്തനത്തിലും സമര പോരാട്ടങ്ങളിലും സജീവമായിരുന്നെങ്കിലും ഒ.ജെ. ജനീഷിനെ പദവികളും സ്ഥാനങ്ങളും വളരെ അപ്രതീക്ഷിതമായാണ് തേടിയെത്തിയത്. ആദ്യ അംഗത്തിൽ തന്നെ മന്ത്രിപദത്തിലെത്തിയ യുവ നേതാവായ ജനീഷ് ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയായാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. കൊടുങ്ങല്ലൂരിൽ 65,162 വോട്ടുകൾ നേടിക്കൊണ്ടാണ് ജനീഷ് വിജയക്കൊടി പാറിച്ചത്. സിറ്റിംഗ് എം.എൽ.എ. ആയ വി.ആർ. സുനിൽകുമാറിനെ 8,308 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ജനീഷ് പരാജയപ്പെടുത്തിയത്. കളമശ്ശേരിയിൽ നിന്ന് വൻ അട്ടിമറി വിജയവുമായി നിയമസഭയിലെത്തിയ അഡ്വക്കേറ്റ് വി.ഇ. അബ്ദുൾ ഗഫൂർ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി. രാജീവിനോട് പരാജയപ്പെട്ടെങ്കിലും കടുത്ത പോരാട്ടം നടന്ന 2026 തെരഞ്ഞെടുപ്പിൽ മന്ത്രി പി. രാജീവിനെ തന്നെ അട്ടിമറിച്ചാണ് അബ്ദുൾ ഗഫൂർ നിയമസഭാംഗമായതും ആദ്യമായി മന്ത്രി പദവിയിലേക്ക് എത്തിയതും. മലബാറിന് പുറത്ത് ആകെയുള്ള ലീഗ് എം.എൽ.എ. കൂടിയാണ് മുൻ മന്ത്രി വി.കെ. ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ കൂടിയായ അഡ്വക്കേറ്റ് വി.ഇ. അബ്ദുൾ ഗഫൂർ. തെരഞ്ഞെടുപ്പ് പരാജയങ്ങളുടെ തുടർക്കഥകളിൽ നിന്ന് കായംകുളത്ത് ഉജ്ജ്വല വിജയം നേടിക്കൊണ്ടാണ് എം. ലിജു മന്ത്രിസ്ഥാനത്തേക്ക് എത്തിയത്. 3 തുടർ പരാജയങ്ങൾക്ക് ശേഷം കായംകുളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തോടെ സിറ്റിംഗ് എം.എൽ.എ. യു. പ്രതിഭയെ അട്ടിമറിച്ചാണ് ലിജു തന്റെ കന്നി നിയമസഭാ വിജയം സ്വന്തമാക്കിയത്. സി.പി. ജോൺ ഇത്തവണ ആദ്യമായാണ് എം.എൽ.എയും മന്ത്രിയുമാകുന്നത്. എം.വി. രാഘവന് ശേഷം സി.എം.പിയെ പ്രതിനിധീകരിക്കുന്ന നിയമസഭയിലെ ആദ്യ അംഗം കൂടിയാണ് സി.പി. ജോൺ. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയായിരുന്നു ജോണിന്റെ രാഷ്ട്രീയ പ്രവേശം. തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് സി.പി.എം. സ്ഥാനാർത്ഥി സുധീർ കരമനയെയാണ് സി.പി. ജോൺ തോൽപ്പിച്ചത്. കേരളത്തിലെ കോൺഗ്രസിന്റെ കരുത്തുറ്റ വനിതാ മുഖങ്ങളിൽ ഒന്നായ ബിന്ദു കൃഷ്ണയും എം.എൽ.എ. ആയ ആദ്യ അവസരത്തിൽ തന്നെ മന്ത്രിയാകുന്നു എന്ന നേട്ടം സ്വന്തമാക്കി. 2011 ചാത്തന്നൂരിൽ നിന്ന് നിയമസഭയിലേക്കും 2014 ആറ്റിങ്ങലിൽ നിന്ന് ലോക്സഭയിലേക്കും മത്സരിച്ചെങ്കിലും വിജയിക്കാനായില്ല. നിലവിൽ കെ.പി.സി.സി. രാഷ്ട്രീയകാര്യ സമിതി അംഗമായ അവർ കേരളത്തിലെ കോൺഗ്രസ് ചരിത്രത്തിൽ ആദ്യമായി ഒരു ഡി.സി.സിയുടെ പ്രസിഡന്റായ വനിത കൂടിയാണ്. 3 വനിതാ നേതാക്കൾ കളത്തിലിറങ്ങിയ സംസ്ഥാനത്തെ ഏക മണ്ഡലമായ കോങ്ങാട് ചരിത്ര നേട്ടവുമായാണ് കെ.എ. തുളസി നിയമസഭാംഗമാവുന്നത്. സിറ്റിംഗ് എം.എൽ.എ. ആയ അഡ്വക്കേറ്റ് കെ. ശാന്തകുമാരിയെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു ജയം. മുൻപ് നിയമസഭയിലേക്ക് ഉൾപ്പെടെ മത്സരിച്ചിട്ടുണ്ടെങ്കിലും ഇതാദ്യമായാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത്. പുതിയ മന്ത്രിസഭയിലെ 2ാമത്തെ വനിതാ അംഗമായാണ് തുളസി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. രമേശ് ചെന്നിത്തല, പി. കെ. കുഞ്ഞാലിക്കുട്ടി, സണ്ണി ജോസഫ്, കെ. മുരളീധരൻ, മോൻസ് ജോസഫ്, ഷിബു ബേബി ജോൺ, അനൂപ് ജേക്കബ്, സി.പി. ജോൺ, എ.പി. അനിൽകുമാർ, എൻ. ഷംസുദ്ദീൻ, പി.സി. വിഷ്ണുനാഥ്, റോജി എം. ജോൺ, ബിന്ദു കൃഷ്ണ, എം. ലിജു, ടി. സിദ്ദീഖ്, കെ. എം. ഷാജി, പി. കെ. ബഷീർ, വി. അബ്ദുൾ ഗഫൂർ, കെ.എ. തുളസി, ഒ.ജെ. ജനീഷ് എന്നിവരാണ് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തത്.